ഇതിൻ്റെ അടിവശത്ത് കുറച്ച് ബ്ലാക്ക് പെയിന്റ് അടിക്കാനാണ് ഇനിയിപ്പോൾ നമ്മുടെ റൂഫിൻ്റെ ക്യാപ്. നമ്മളൊരു മകനെ പോലെ കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോൾ 6ാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകെ. ബോണറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോണറ്റ് പെയിൻറ്റ് ചെയ്ത് നീ ഇപ്പുറത്തോട്ട്. അതെ, ഇനി മേലോട്ട് പതുക്കെ. അങ്ങനെ സിലിണ്ടറിൽ വെച്ചേക്കൊണ്ട് നമ്മുടെ സ്റ്റിയറിങ് ഇതാണ് കേട്ടോ. പുതിയ സ്റ്റിയറിങ്. നമ്മൾ പഴയത് ഇതാണ് ഇരിക്കുന്നത്. അപ്പോൾ പുതിയ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് പുതിയ സ്റ്റിയറിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഇതും വരുന്നുണ്ട്. ആ സുസുക്കിയുടെ ആ ഒരു ലോഗോ വരുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇതായിരിക്കും മിക്കവാറും വെക്കുന്നത്. നമുക്ക് നോക്കാം ഇത് വെക്കുന്നത് കേട്ടോ. ജെന്യൂൻ പേഴ്സാണ്. ഇന്ന് നമ്മുടെ ജിപ്സി കുട്ടൻ്റെ 6ാമത്തെ ദിവസമാണ്. എന്നിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നോരോന്നും പതുക്കെയാണ് അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് സ്റ്റിയറിങ് വെക്കണമെന്നുണ്ട്. സ്റ്റിയറിങ് നമ്മളത് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റിയറിങ് അങ്ങനെ ഇതിപ്പോൾ ഇന്നാമത്തത് ഇന്ന് എൻ്റെ 8ാമത്തെ ദിവസമാണ്. സെറ്റ് ചെയ്തേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ 2ാമത്തെ സെറ്റ് ചെയ്യേണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലൈറ്റിംഗ് കാര്യം. കുറേ നാൾ എടുക്കാതെ ഇരുന്നതിൻ്റെ പൊടിയൊക്കെ പിടിച്ചു. അപ്പോൾ ചേട്ടൻ തുടച്ച് നല്ല കുട്ടപ്പനാക്കുക. കുറേ പീസായിട്ടാണല്ലേ ചേട്ടാ വരുന്നത്. ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് നടുക്ക്. ജിപ്സിയിൽ അങ്ങനെയാണല്ലേ നമ്മുടെ ഇപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഒറ്റ പീസല്ലേ. ഇതെല്ലാം പല പീസാണ്. 3 പീസാണ്. ജിപ്സിയുടെ ബാക്കിലെ ലൈറ്റിന് 3 പീസാണ് കേട്ടോ. അതൊരു വല്ലാത്തൊരു ഇതാണ്. ഞാനിപ്പോഴായിട്ട് അറിയുന്നു. നമ്മുടെ 2ാമത്തെ വെക്കുന്നുണ്ട്. ആദ്യത്തെ വെച്ച് എനിക്ക് 2ാമത്തെ വെച്ചിട്ടുണ്ട്. കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്, പാർക്ക് ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കേണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് വർക്ക് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പാർക്കാണെന്ന് തോന്നുന്നു. റിവേഴ്സ്. ഇത് റിവേഴ്സിലേക്കാണ്. ഇത് റിവേഴ്സ് ഓക്കെയാണ്.
നമ്മുടെ ലൈറ്റൊക്കെ അത്യാവശ്യം ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈഡ് കവർ വെക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റേ റെക്സിന് പറ്റിയ റൂഫിൻ്റെ ആ ഒരു ഇത് നമ്മുടെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഓൾറെഡി ഇത് ആലപ്പുഴ കൊണ്ടാണ് അവർ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇല്ലാഞ്ഞുകൊണ്ട് നമുക്ക് അത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ നമ്മുടെ റൂഫിൻ്റെ കെയർ. അപ്പോൾ നമുക്കിനിയിപ്പോൾ റെക്സിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇതിൻ്റെ അടിവശത്ത് കുറച്ച് ബ്ലാക്ക് പെയിൻറ് അടിക്കാനുണ്ട്. ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ജസ്റ്റ് ഇവിടെയൊക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ അണ്ടർ ബോഡി പെയിൻറ്റിങ് കുറച്ച് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് റെക്സിൻ വർക്കും സീറ്റ് കവർ അങ്ങനെ നമ്മുടെ ഗ്ലാസ് ഏരിയ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിയുമ്പോൾ എല്ലാ വർക്കും കഴിയും കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് പെയിൻറ്റിങ് വർക്കൊക്കെ ഉള്ളൂ. അധികം തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് നോക്കാം വേണമെങ്കിൽ അടി ജസ്റ്റ് ഇത് കണ്ടോ കൊടുത്തോ. പെയിന്റ് തന്നെയാണോ അവിടെ? കറക്റ്റായിട്ട് പറഞ്ഞു. ഒരു ലക്ഷം ഈ വണ്ടി മറ്റേ മാലപ്പുറം ടാങ്കിൽ മാറാൻ വേണ്ടി വന്ന അതുവരെ പുകയും കാര്യങ്ങളൊന്നും. പിന്നെ പുകമയായിരുന്നു. 10 ലിറ്റർ ഓയിലാണ് ഞാൻ വയനാട് പോയി തിരിച്ചു വന്നത്. ആ വണ്ടിക്ക് ഒഴിച്ചത് 10 ലിറ്റർ ഓയിൽ കത്തി തീർന്നു. ഇതൊക്കെ കാണുമ്പോ പിന്നെ അങ്ങർക്ക് പൊളിയാതിരിക്കുക. നമ്മളെ ഓരോരുത്തരുടെ വീട്ടിലെ കാര്യം നമുക്കേ അറിയൂ. നമ്മളെന്തൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുള്ളത്. പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയണ രീതിയായിരിക്കും അച്ഛൻ പറയണത്. അതുകൊണ്ട് മാക്സിമം ഞാൻ വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തി. പക്ഷെ ഇന്നലെ മണിക്കൂട്ടിന് അറിയാതെ ഒന്ന് വെട്ടും പോയി കിട്ടിയവന്. താഴത്തും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു പൈപ്പ് പോകുന്നത്. ഈ പൈപ്പ് പോകുന്നത് നമുക്ക് ഇവിടെ വരുന്നുണ്ട്, അതേപോലെ താഴത്തും വരുന്നുണ്ട്. അപ്പോൾ അത് ടൈറ്റ് ചെയ്യേണ്ടിയിരിക്കും. ഇന്നും അടുത്ത അതില്ലേ തോന്നുന്നു. എനിക്കെന്താ തോന്നുന്നത്, നമ്മൾ ആ വീഡിയോ കളഞ്ഞാൽ പോരെ. നമ്മൾ ഈ ഒരു സാധനം ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് അതേപോലെ ഇവിടെയും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. മൊത്തത്തിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ എല്ലാ പീസും നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ആ മേളിലൊരു സാധനം മാത്രമേ ഉള്ളൂ ടൈറ്റ് ചെയ്യാൻ. പുള്ളി അപ്പം ആ സമയത്ത് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് പുള്ളി അവിടെ പിരിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴേക്കും സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ വർക്ക്ഷോപ്പിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനുമായിട്ട് നല്ല കണക്ഷനാണ്. അതാണ് പുള്ളിയപ്പോൾ എടാ രവി എടാ ഞാൻ വർക്ക്ഷോപ്പിട്ട് പോയി നീ വരാമെന്ന് ചോദിച്ചു. ആ 10 കുടിക്കാം വരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാനവിടെ ചെന്നു പുള്ളിക്ക് ഞാൻ ചെന്നു. പുള്ളിയൊക്കെ പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് പുള്ളിയുടെ വീട്ടിൽ തന്നെ ഞാൻ താമസിച്ചാണ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ പൊളിയായിട്ട് പൊളിയാണ്. പുളി നല്ല പൊളിയാണ്. എത്ര നാളുണ്ടാവും അവിടെ താമസിച്ചായിരുന്നു? അവിടെ ഞാൻ അച്ഛൻ്റെ കൂടെ ഞാൻ 3-4 വർഷം ഞാൻ താമസിച്ചു. 3-4 വർഷം ഞാൻ താമസിച്ചായിരുന്നു. അപ്പം
അച്ഛനപ്പം എന്നാ ഒരു മകൻ്റെ സാധനം എനിക്ക് തന്നത് കേട്ടോ. ഒരു മകൻ്റെ സാധനമാണ് എനിക്ക് തന്നത്. പക്ഷേ പിന്നെ മറ്റേ ശലം വെള്ളമടിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ കൂടിയ സാധനങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ അടിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ അനിയന്മാർ രണ്ടുപേരും പള്ളിയിലെ അച്ഛന്മാർ. അപ്പം പുള്ളിയുടെ പിന്നെ ഈ അച്ഛന്മാരുടെ സ്വത്ത് കംപ്ലീറ്റ് പുള്ളിയെ ഏൽപ്പിച്ചിരിക്കുകയും റബ്ബറും കാര്യങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് ഭയങ്കര ആർഭാടമായ രീതിയിലാണ് പുള്ളിയുടെ ജീവിതം. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ പുള്ളി വെറുതെ ഇരിക്കത്തൊന്നുമില്ല, വർഷമൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി മെക്കാനിക്കാണ്. എന്നാൽ എല്ലാ നല്ല പക്കയായിട്ട് പണിയുന്നൊരു വ്യക്തിയാണ്. അപ്പം ചേട്ടൻ ഈ പറഞ്ഞു വന്നത് എന്താണ് ഈ അച്ഛൻ്റെ കാര്യങ്ങൾ? അച്ഛൻ്റെ കാര്യം പറഞ്ഞല്ലേ, അച്ഛൻ നമ്മളൊരു മകനെ പോലെ കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ടിരുന്ന് അടിക്കാനും മറ്റേ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ അറിയാം. അവരുടെ വീട്ടിൽ എപ്പോഴും ഓടിച്ചെന്ന് പിന്നെ അകത്ത് കയറി എനിക്ക് ഭക്ഷണം പറയും എനിക്ക് ഓടിച്ചെന്ന് അടുക്കളയിൽ പോയി എടുത്ത് കഴിക്കാനുള്ള ഒരു ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടായിരുന്നു അച്ഛൻ. അപ്പം അച്ഛൻ്റെ 2 മക്കൾ പിന്നെ ഫിലിപ്പോസും ഒരുത്തൻ്റെ പേര് സിബിയും ഫിലിപ്പോസും, 2 പേരും. അല്ല, അപ്പം നേരത്തെ പറഞ്ഞൊരു അത് വേറൊരു അച്ഛൻ്റെ കാര്യമായിരുന്നു പറഞ്ഞു. ഒരു ജോസും വേറൊരു പിള്ളേരുടെ അത് മറ്റേ CJ മാരിന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പിൽ ആ വർക്ക്ഷോപ്പിൽ. ഇതിപ്പോൾ വേറെ അച്ഛൻ്റെ കാര്യമാണ്. ഇത് അവിടെ CJ മാരിൽ സൂപ്പർവൈസറായിട്ട് നിന്നിരുന്ന ആളുടെ കാര്യമാണ് പറഞ്ഞത്. പുള്ളി അവിടെ നിന്ന് പിരിഞ്ഞു പോയപ്പോഴേക്കും വർക്ക്ഷോപ്പ് ഇട്ടായിരുന്നു. ഇവിടുത്തെ അച്ഛൻ മരിക്കുന്ന മുമ്പായിട്ട് ഞാനിവിടെ നിന്ന് പിരിഞ്ഞു പോയായിരുന്നു. അവിടെ വർക്കില്ല വന്നപ്പോഴേക്കും CJ മാരിന്ന് ഞാൻ പിരിഞ്ഞു പോയി. പിരിഞ്ഞു നാട്ടിൽ നിൽക്കുന്ന സമയത്താണ് പുള്ളി എന്നെ വിളിക്കുന്നത്. ഇത് എത്ര വർഷം മുമ്പായിരുന്നു ഇതൊക്കെ നടക്കുന്നത്? ഇതിപ്പോൾ ഒരു 14 വർഷമായി. 14 വർഷം. 14 വർഷമായി. അപ്പോൾ ഓക്കെ, ചേട്ടൻ്റെ കഥകൾ കേട്ടതിന് നമുക്ക് ബാക്കി വർക്കിലേക്ക് പോകാം. ഗ്ലാസ് ഇട്ട് കഴിഞ്ഞു കേട്ടോ, നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞു അല്ലേ ചേട്ടാ? ഞാൻ ഇച്ചിരി ലേറ്റായി പോയി. ഞാനിപ്പോൾ പോകും ചേട്ടാ. ഇപ്പം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചേട്ടാ? ഗ്ലാസ് ഇട്ട് കേട്ടോ, ബീഡിങ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടൻ. ഇവിടുത്തെ ഈ ബൾജാക്ക് പൊട്ടിക്കല്ലേ? റെക്സിൻ ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. ഇതിനിപ്പോൾ വലിച്ച് സെറ്റ് ചെയ്യാൻ പോവാം. നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. വെയിലത്തിട്ടിരിക്കണം കേട്ടോ. ഇച്ചിരി കൂടി റെക്സിനൊന്ന് ലൂസാകാനും ഇച്ചിരി വലിയാനും വേണ്ടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചേട്ടനത് ഇപ്പോൾ ഇനിയിപ്പോൾ 6ാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റീസ്റ്റോറേഷൻ നമുക്ക് ഫുള്ളായിട്ട് നോക്കാം. ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ സീറ്റ് വർക്ക് അങ്ങനെ കുറേ ബാക്കിലെ സീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നു. ഇപ്പോൾ ഈ റെക്സിൻ്റെ വർക്ക് മാത്രം നമുക്ക് ചെയ്യുന്നത് നോക്കാം.
അപ്പോൾ അതിൻ്റെ ചെയ്തിരിക്കുക. ഈ ഒരു ബീഡിങ് ഇല്ല, ഒരു റബ്ബർ ബീഡിങ് നമ്മുടെ ഈ ഡോറിൽ വരുന്ന റബ്ബർ ബീഡിങ് വിട്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് കാണിക്കാൻ പറ്റില്ല. ബാക്കി ആ ബീഡിങ് ഇട്ട സമയത്ത് തന്നെയാണ് നമ്മുടെ ഗ്ലാസ് വിട്ടത്. പുതിയതാണ്, പുതിയ ബീഡിങ് ആയിട്ടിരിക്കുന്നത്.